ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി ടെയിൽസ്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 4 ഓഫ് സ്കിൻ കെയർ സീരീസ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കിൻ കെയർ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ആണ്. സോ മിസ്റ്റേക്ക് നമ്പർ 1 ഇസ് ആക്നെ എന്ന് പറയുന്നത് ഒരു ഡേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ ആക്നെ വരുന്ന ടൈമിൽ നമ്മൾ ഓവറായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമ്മൾ ഓവറായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് ഡാമേജ് ആണ് ഉണ്ടാക്കുള്ളൂ. നമ്മുടെ സ്കിൻ ബാരിയറിനെ അത് ഡാമേജ് ആക്കും. നമുക്ക് ഇറിറ്റേഷൻസും ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നമ്മുടെ ഫേസ് ഓവറായിട്ട് ക്ലെൻസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡെയിലി 2 times മാത്രം ഫേസ് ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് സ്ക്രബിങ് ഏജൻറ്റ്സ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസ് ഡെയിലി സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫേഷ്യൽ സ്ക്രബ്സ് മാത്രമല്ലാതെ നമ്മുടെ ഫേസ് വാഷസിൽ പോലും ചില ഫേസ് വാഷസിൽ സ്ക്രബിങ് ഏജൻറ്റ്സ് ഉണ്ടാവും. അതായത് തരി പോലത്തെ ഒരു കുഞ്ഞു സാധനം ഉണ്ടാവും ഫേസ് വാഷിൽ. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫേസിലെ ഡേർട്ട് മൊത്തം പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. അത് ആക്ച്വലി നമ്മുടെ ഫേസിന് ഡാമേജ് ആണ് ചെയ്യുന്നത്. ഈവൻ നോർമൽ ഫേഷ്യൽ സ്ക്രബ്സ് പോലും നമ്മൾ മന്ത്ലി വൺസ് മാത്രം എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഡെയിലിയോ വീക്ക്ലിയോ നമ്മൾ സ്ക്രബ്സ് യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫേസിൽ മാക്സിമം ടച്ച് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ടാണ് സാധനങ്ങളും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ആ കയ്യിൽ എന്തോരം ഡേർട്ട് ഉണ്ടാവും. അപ്പോൾ ആ കൈ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേർട്ടൊക്കെ ഫേസിലായിട്ട് നമുക്ക് വീണ്ടും ബ്രേക്ക്ഔട്ട്സ് വരും, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് വരും. സോ മാക്സിമം നമ്മൾ ഫേസ് ടച്ച് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. ഇനി മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് പറയുന്നത് പില്ലോ കവേഴ്സ്. നമ്മുടെ പില്ലോ കവേഴ്സ് ഒരിക്കലും കുറേ ദിവസം അതുപോലെ തന്നെ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ഫേസിലുള്ള ഓയിലും സ്വെറ്റ് ഡേർട്ട് ഇതൊക്കെ നമ്മുടെ പില്ലോ കവേഴ്സിലേക്കാവും നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് കമ്പൽസറി ആയിട്ട് നമ്മുടെ പില്ലോ കവേഴ്സ് മാറ്റാൻ മറക്കരുത്. ഇനി മിസ്റ്റേക്ക് നമ്പർ 5 എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണോ വേണ്ടേ. കാരണം കുറേ പേര് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യും ഓയിലി സ്കിന്നാണെങ്കിൽ. കാരണം അവരുടെ ഓൾറെഡി ഓയിലി സ്കിന്നാണ്. അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓയിലി ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് ഹൈഡ്രേഷൻ കൊടുക്കാനും ആ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ്. അപ്പോൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലി സ്കിൻ കൂടിയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസ് കൂടുതൽ ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് കുറേ പേരുടെ ഡൗട്ട്. പക്ഷേ അല്ല, സൺസ്ക്രീൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. നമ്മുടെ നോർമൽ സ്കിൻ കെയർ റൂട്ടീനിൽ തന്നെ സൺസ്ക്രീൻ എവറി ഡേ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മൾ വീട്ടിനകത്താണെങ്കിലും പുറത്തു പോകണമെങ്കിലും എപ്പോഴും സൺസ്ക്രീൻ നമ്മൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏജിങ് വരാതിരിക്കാനും പിന്നെ ഫൈൻ ലൈൻസ് പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ ഇഷ്യൂസിൽ നിന്നൊക്കെ നമുക്ക് ലോങ് ടേം എഫക്ട്സ് ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 7 ഇസ് സിറംസ്. അപ്പം നമ്മൾ സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും 1 സിറം അറ്റ് എ ടൈം മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ 2 സിറം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ സിറംസ് ഒന്നല്ലെങ്കിൽ 1 time a day അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ദിവസം തന്നെ 2 നേരം സിറം യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഡേ ആൻഡ് നൈറ്റ് 2 നേരമായിട്ട് സിറം യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ ഡേ അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് പിന്നെ വീക്ക്ലി അങ്ങനെയാണ് സിറംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി മിസ്റ്റേക്ക് നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് ടെസ്റ്റിംഗ് ആണ്. നമ്മളൊരിക്കലും ഒരു പുതിയ പ്രൊഡക്റ്റും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ ഫേസ് മൊത്തം തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻസും ബ്രേക്ക്ഔട്ട്സും വന്നെങ്കിൽ അത് ചിലപ്പോൾ സിവിയർ ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഫേസിന് അത് പറ്റിയില്ലെങ്കിൽ. സോ നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഇയർ അല്ലെങ്കിൽ ജോ ലൈനിലാണ് നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് പാച്ച് ടെസ്റ്റ് ചെയ്ത് 24 hours വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി മിസ്റ്റേക്ക് നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ഡസ് നോട്ട് മീൻ ഇഫക്റ്റീവ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളൊരിക്കലും ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊന്നും ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പായി ട്രെൻഡിങ് ആയി നിൽക്കുന്ന പ്രൊഡക്ട്സോ അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഫോർമുലേഷനും ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ റേറ്റ് അല്ല. ആൻഡ് ഓൾസോ ഭയങ്കര റേറ്റ് കൂടിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വല്ല മാജിക്ക് നടക്കുന്നുള്ളത് അത് വെറൊരു മിത്താണ്. നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ടൈം നമുക്ക് എന്തായാലും റിസൾട്ട്സ് വരും. അല്ലാതെ നമ്മൾ ഒരിക്കലും റേറ്റ് നോക്കി
നോക്കിയിട്ട് ഒരു പ്രോഡക്ട്സും ചൂസ് ചെയ്യാൻ പാടില്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 10 എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയർ ചെയ്യണത് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഫെയർ ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യണത്. നമ്മൾ സ്കിൻ കെയർ ചെയ്യണത് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയി വെക്കാനും ഒരു ഗ്ലോ ഉണ്ടാവാനുമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യണത്. ആൻഡ് ഇത് ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല. നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ റിസൾട്ട്സ് കിട്ടില്ല. സോ നമ്മളെപ്പോഴും ആ പ്രോസസ്സ് സ്ലോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ. സോ റഷ് ചെയ്യരുത്. പേഷ്യൻ്റായിട്ട് നമ്മളത് കറക്റ്റായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും അത് ചെയ്യുക. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് എന്തായാലും റിസൾട്ട്സ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ആൻഡ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ലവ് യു.